ഒരു കാര്യം, ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വരുന്നുണ്ട്. അവിടെ പത്താൻ ജില്ലയിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാവിലെ വരെയൊക്കെ തുടരുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു തരത്തിൽ പടർന്നു പിടിക്കുന്ന വ്യാജ വാർത്തകളൊന്നും വിശ്വസിക്കരുത് എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒട്ടുമിക്ക ദേശീയ മാധ്യമങ്ങളിൽ അമൃത്സറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പഞ്ചാബിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. അവിടെ തെരച്ചിൽ പോലീസിന്റെയും പ്രാദേശിക സംവിധാനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ CRPFന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ ത്രെട്ട് നേരിട്ട ഒരു പ്രദേശമാണ്. വളരെ ഭയചകിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവിടെ 3 പേർക്കാണ് ഫിറോസ്പൂരിൽ ഈ ഡ്രോൺ ആക്രമണത്തിൽ പൊള്ളലേറ്റിരിക്കുന്നു. ഒരാളുടെ നില അത്യന്തം ഗുരുതരമാണ്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള കനത്ത തിരിച്ചടി നമുക്ക് ഈ രാത്രിയിൽ നൽകാൻ കഴിയുന്നു. ഒരു പ്രതികരണം नहीं जानी नुकसान कोई नहीं है। हाँ जी, नहीं हजे तक तो कोई नहीं लभ्या जी। हजे पूरा पिंड मीडिया नाल आ जी, मुलाजम नाल आ जी। हल्का रासा जी दे थाने चो आए जी, मौके ते सारे खलोते आ जी। नहीं हजे तक कोई नहीं लभा जी। हाँ जी, मेरा नाम जी कुलजीत सिंह जी, पिंड चैनपुर है जी अपना। പഞ്ചാബിനെ സംബന്ധിച്ചോളം ഇതാ ദിവസം വലിയൊരു മുറിവേൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ദൃശ്യങ്ങൾ അവിടെ ഫിറോസ്പൂരില് പഞ്ചാബിൽ പലയിടങ്ങളിലായിട്ട് ഈ പൊട്ടിത്തെറി ശബ്ദം കേട്ടു. ഒപ്പം തന്നെ ഷെല്ലാക്രമണം നടന്നു എന്നുള്ള വിവരമൊക്കെയാണ് ലഭ്യമാകുന്നത്. അതിൽ ഫിറോസ്പൂരിലാണ് ആളുകൾക്ക് പരിക്കേറ്റുന്നത്. സാധാരണക്കാരായിട്ടുള്ള കർഷക കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പരിക്കേറ്റൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ ഒരാളുടെ നില ഗുരുതരവുമാണ്. അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത്. എന്തായാലും വ്യാപക തെരച്ചിൽ പഞ്ചാബ് കേന്ദ്രീകരിച്ചുകൊണ്ട് പല പ്രദേശങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അമൃത്സറിലും അതുപോലെ തന്നെ ഗുജറാത്ത് അതിർത്തി ലക്ഷ്യമിട്ട് ഗുജറാത്ത് വരെ വന്നു അവരുടെ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ഡ്രോണുകളെ ഡൗൺ ചെയ്യാൻ ഇന്ത്യയെ കഴിഞ്ഞിരിക്കുന്നു. വെടിവെച്ച് തിരിച്ചടിച്ച് നിർവീര്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ രാത്രിയിൽ.